ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പോണ്ടിച്ചേരിയിലാണ്. പോണ്ടിച്ചേരിയിലെത്തിയപ്പോൾ രാവിലത്തെ കാപ്പി കുടിക്കാൻ വേണ്ടി നമ്മളൊരു ഹോട്ടലിൽ കയറിയിരിക്കുകയാണ്. നമ്മൾ ആ ഹോട്ടലിൽ കയറിയപ്പോൾ ഓർഡർ ചെയ്ത ഫുഡാണ് മസാല ദോശയും ചട്നി, സാമ്പാർ, ഈ ഐറ്റംസാണ് മസാല ദോശയുടെ കൂടെ വരുന്നത്. ആ സ്പെഷ്യൽ ഒരു ചട്നി ഉണ്ട് അവരുടെ. അങ്ങനെ എനിക്കും മസാല ദോശ എത്തിയിരിക്കുകയാണ്. കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. നമ്മൾ കേരളത്തിലെ അതേ മസാല ദോശയുടെ ടേസ്റ്റായിരുന്നു. അങ്ങനെ നമ്മൾ രണ്ടാമത് ഒരു കടയിലൂടെ കയറി ഉച്ചയ്ക്കലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറിയിരിക്കുകയാണ്. ആ ഹോട്ടലിൽ എത്തിയപ്പോൾ തിരക്കൊക്കെ കുറവായിരുന്നു. അങ്ങനെ ഒരു ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. 2 ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ബിരിയാണിയുടെ റേറ്റ് ഒരു ബിരിയാണിക്ക് 150 രൂപയാണ് ഒരു ബിരിയാണിയുടെ റേറ്റ് വരുന്നത്. അങ്ങനെ നമ്മൾ ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബിരിയാണി വെളിയിലാകുമ്പോൾ 100 രൂപയും ഇങ്ങനെയുള്ള വലിയ AC റെസ്റ്റോറൻറ്റുകളിൽ 150 രൂപയാണ് റേറ്റ്. അങ്ങനെ നമ്മൾ കടയുടെ ആ ഒരു ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരക്ക് കുറവായിരുന്നു. അപ്പോൾ ഈ സീസൺ ടൈമും കൂടെ ആകുമ്പോൾ എല്ലാ കടയിലും നല്ല തിരക്കൊക്കെയാണ്. പക്ഷേ ഈ കടയിൽ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. AC റെസ്റ്റോറൻറ്റായിരുന്നു. അപ്പോൾ എന്താ കണ്ടില്ലേ, ഇവിടെ എല്ലാം നല്ല ക്ലീൻ ആൻഡ് നീറ്റൊക്കെയാണ്. ആ കട നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ആ ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളും എല്ലാം പക്ക ഒരു നല്ല ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു കടയാണ്. അപ്പോൾ നല്ല വലിയ എന്താ പറയുക, നല്ല ഒരു ആംബിയൻസ് ഒക്കെ ഉള്ള കടയാണ്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബിരിയാണി എത്തിയിരിക്കുകയാണ്. 2 ബിരിയാണിയും അതിൻ്റെ കൂട്ടത്തിലൊരു കറിയും എത്തിയിരിക്കുകയാണ്. പിന്നെ ഒരു സലാഡുണ്ട്, 2 സലാഡ് വീതം അവർ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ നല്ല വാഴയിലയിൽ ബിരിയാണി നമ്മളങ്ങനെ എടുത്ത് മറിക്കുകയാണ് ഗൈസ്. അങ്ങനെ ബിരിയാണി കഴിക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ നോക്കിയപ്പോൾ അതാണ്ട് ചിക്കൻ്റെ പീസ് ഒരു കഷ്ണമാണെന്ന് തോന്നുന്നു. ചിക്കൻ പീസ് ഒരു കഷ്ണമാണ് അവർ തന്നേക്കുന്നത്. ഒരു പീസ് ചിക്കൻ കഷ്ണവും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചട്നി, ഈ പറയുന്ന തൈര് ചട്നി, അങ്ങനെയുള്ള സാധനങ്ങളും ഇതെല്ലാം ഉണ്ടായിരുന്നു. ചിക്കൻ്റെ ഒരു വലിയ പീസാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിലൊരു മുട്ടയും അവർ തന്നിട്ടുണ്ട്. അപ്പോൾ കഴിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ലെവലൊക്കെ ക്വാണ്ടിറ്റി ലെവലൊക്കെ കൂടുതലാണ് കേട്ടോ. കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തായാലും വയറ് നിറയും. നല്ല സൂപ്പർ ഫുഡായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു കടയിൽ കയറിയിരിക്കുകയാണ്. ബിരിയാണി കഴിക്കാൻ വേണ്ടി എത്തിയത് ഒരു സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു കടയിലാണ് നമ്മൾ എത്തിയത്. അവിടെ നല്ല ചിക്കനൊക്കെ ഇട്ട് പോയിരിക്കുന്ന കണ്ടില്ലേ, ചിക്കൻ അവിടെ ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ. നല്ല തിരക്കുമാണ്. നമ്മൾ ആ വലിയ കട നോക്കി പോയി കഴിഞ്ഞാലും നമുക്ക് ഒന്നും കിട്ടില്ല. ചെറിയ കടയിൽ കയറിയപ്പോൾ കണ്ടില്ലേ, നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഉള്ളത് നല്ല സൂപ്പർ ബിരിയാണിയാണ് നമുക്ക് തന്നത്. അതിനകത്ത് 2 പീസ് ചിക്കൻ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ സലാഡും പിന്നെ വേറൊരു കറിയും ഉണ്ടായിരുന്നു. എത്ര സലാഡ് വേണമെങ്കിലും അവർ തരും കേട്ടോ. അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കാണെങ്കിൽ പൊരിച്ച് ചിക്കൻ വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം. അത്യാവശ്യം നല്ല ഫുഡായിട്ടാണ് നമുക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾ പോണ്ടിച്ചേരിയിലൊക്കെ വരുന്നവർ ഈ ഒരു ഫുഡൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്ട്രീറ്റ് ഫുഡുകളൊക്കെ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വേറൊന്നും വലിയ പ്രശ്നം വരില്ല. അങ്ങനെ പോണ്ടിച്ചേരിയിൽ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.